മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരുടെ ഒരു ആകാംക്ഷ സ്വാഭാവികമായും ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തൊക്കെയാണ് അപ്ഡേഷൻ ഉള്ളത് ഇപ്പോൾ നമുക്ക്? നമ്മളിപ്പോൾ ഇന്നലെ വന്ന് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എല്ലാവരോടും ആശയവിനിമയം നടത്തി. യോഗം ചേർന്നു, MLA എല്ലാവരും പങ്കെടുത്തു. ആ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്താങ്ങുകയും ചെയ്ത പ്രമേയം AICCയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ AICCയെ ചുമതലപ്പെടുത്തുമ്പോൾ അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ MLA ഒപ്പീനിയൻ, MP ഒപ്പീനിയൻ, മുതിർന്ന നേതാക്കന്മാരുടെ ഒപ്പീനിയൻ, ഘടകകക്ഷികളുടെ ഒപ്പീനിയൻ എല്ലാവരും ആരാഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. അതെല്ലാവരും അംഗീകരിക്കണം. എല്ലാവർക്കും അത് ആഗ്രഹിക്കുന്ന 2-3 പേരുകൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. 2-3 പേരുകൾ MLA പറഞ്ഞിട്ടുണ്ട്, അവരാവശ്യം ഉന്നയിക്കുന്നവരുണ്ട്, മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിലൊരു പേരിലേക്ക് എത്താൻ സമന്വയത്തിൻ്റെ മാർഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. AICC അതിന് പരിശ്രമിക്കും, രാഹുൽജിയും ഖാർഗെജിയും അതിൽ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എന്നത്തേക്കിന് ആ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള ഡേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അത് AICCയുടെ പക്കലാണ്. അവർ വേറെയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ടൈം, അതിൻ്റേതായ സമയമെടുത്ത്, എന്നാൽ അതിനായിട്ട് വൈകാനല്ല, എത്ര നേരത്തെ തീർക്കാനുള്ള ആലോചനയായിരിക്കും നടത്തുക. ഡൽഹി എല്ലാം സംഘടനാ തലത്തിൽ നല്ല ചിട്ടയോടെ മുന്നോട്ട് പോകുന്നു. ചില അപശബ്ദങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് ഫ്ലെക്സ് യുദ്ധത്തിൻ്റെ പേരിൽ തെരുവിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് നേതൃത്വം കൃത്യമായി നിരീക്ഷിച്ച കാര്യത്തിൽ തുടർന്ന് സ്വീകരിക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടു പലവട്ടം. ഞാനും ഇവിടെ ചാർജുള്ള ദീപാദാസ് മുൻഷിജിയും പലവട്ടം ആവശ്യപ്പെട്ടു. വിവാദ സ്റ്റേറ്റ്മെൻറ്റുകളും സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പ്രകടനം, ഫ്ലെക്സ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അത് ബന്ധപ്പെട്ട നേതാക്കന്മാരും ശ്രദ്ധിക്കണം, അണികളും ശ്രദ്ധിക്കണം. ആരാ മുഖ്യശത്രു രാഷ്ട്രീയത്തിൽ? ഞങ്ങൾ ആരെങ്കിലും ഒരു നേതാവിന് എതിരായിട്ട് പറയുകയോ അനുകൂലമായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ രൂപത്തിലുള്ള അതിൻ്റെ സംയമനം പാലിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇക്കാലമായിരിക്കാം മുന്നണിക്കുള്ളിൽ കൃത്യമായി കെട്ടുറപ്പോടുകൂടി എല്ലാ പാർട്ടികളെയും ഒരേപോലെ അവരെ കേട്ട് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയത് ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗിനെതിരെ നടത്തിയൊരു പരാമർശം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മുന്നണിക്കുള്ളിൽ ചില തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ വഴിയൊരുക്കില്ലേ? ഇല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിപര പരാമർശത്തിൻ്റെ കാര്യം ഞാൻ പരിശോധിച്ചിട്ടില്ല. മുന്നണിക്കകത്ത് ഇപ്പോൾ ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഐക്യമുന്നണി ഭദ്രമാണ്. അതാണല്ലോ ഐക്യമുന്നണി എന്ന് പറയുന്നത് തന്നെ. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വാഭാവികമായിട്ടുണ്ടാവും. ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ അതൊന്നും വലിയ വിവാദമാക്കില്ല, പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.